Hey, dear beautiful souls, welcome back to my channel Divine Speaks. ഇന്ന് പൂയം നക്ഷത്രത്തിന്റെ ഈ മാസത്തെ ഒക്ടോബർ മന്ത് എനർജി ലെവൽ എന്താണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് അവരുടെ ലൈഫിലേക്ക് വരിക, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് അവർക്ക് നൽകുക, എന്താണ് അവരുടെ മന്ത് ആൻഡ് ഔട്ട്കം ആയി വരിക, എന്തൊക്കെ അഡ്വൈസസ് ആണ് യൂണിവേഴ്സ് അവർക്ക് നൽകുക, നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ അഡ്വൈസസ് ആണ് യൂണിവേഴ്സ് അവർക്ക് നൽകുക. ഓഹോ, ഗ്രേറ്റ്. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് അവരുടെ ലൈഫിലേക്ക് ഉണ്ടാവും. ഓക്കെ, കരിയറിൽ കറണ്ട് മന്ത് എനർജി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ നമ്മൾ പൂയം നക്ഷത്രത്തിൻ്റെ മന്ത് റീഡിങ് നോക്കുമ്പോൾ, കറണ്ട് മന്ത് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലോ ഓഫ് കർമ്മയുടെ ഒരു ടൈമാണ് ഈ മന്ത്. അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അല്ലെങ്കിൽ കർമ്മയുടെ ഒക്കെ ഫലം ലഭിക്കുന്ന ഒരു മന്തായിരിക്കും. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നല്ല എന്താ പറയുക, നീതി തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ലോ ഓഫ് കർമ്മ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മന്തായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. യാത്ര ഈ ഒരു മാസം ആവശ്യമായി വരാം. ബന്ധുക്കളെയൊക്കെ കാണുന്നു, പാരൻസിനെയൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അവരെ കാണാനായിട്ട് പോകുന്നു. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുറച്ച് സമയം സന്തോഷമായി സ്പെൻഡ് ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അവരെ മീറ്റ് ചെയ്യുന്നതാകാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ ഫീല് തരുന്നുണ്ട്. ഓക്കെ, ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ശൂന്യത ഫീൽ ചെയ്യും. കുഴപ്പമില്ല, പക്ഷെ അത് നികന്നു വരും. നിങ്ങളെ സ്പൗസുമായിട്ടൊക്കെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഈ മന്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഒരു കുറച്ച് നേരത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാതിരിക്കുക. അതിനെ കുറച്ച് സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുക. ഓക്കെ, അത് ആ പിണക്കം നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. അത് ഈ ഒരു മന്ത് നല്ലതല്ല. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ സ്റ്റേബിളാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ചില ചില തിരിച്ചറിവുകൾ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് മറ്റുള്ളവർ ചെയ്തതിൻ്റെയോ ഒക്കെ തിരിച്ചറിവ് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാവരുടെ ലൈഫിലുണ്ടാവും എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹം പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കോഴ്സ് പഠിക്കാനോ പുതിയ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഹോബീസ് ഒക്കെ അതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ വിവാഹിതരായ സ്ത്രീകൾക്ക് അമ്മയാകാനുള്ള അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊക്കെ വാർത്തയൊക്കെ അറിയാനോ അല്ലെങ്കിൽ അത് സന്തോഷമാകാനോ ഒക്കെ കാരണമാകുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, മാതൃത്വമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ വളരെ ബോൾഡായിട്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു ഒരു ദുഃഖത്തിൽ ആണ്. എന്തോ പഴയ കാര്യങ്ങൾ പാസ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതൊന്ന് നിങ്ങൾ പ്രസന്റിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ ആലോചിച്ച് അങ്ങ് നിന്നു പോകുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിൽ ശൂന്യത കൊണ്ടുവരുന്നത്, അത് നിങ്ങൾ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം അത് ഓവർകം ചെയ്യുക. ലൈഫിൽ സെറ്റ് ബാക്സ് ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ? അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യുക. പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ
ക്രിയേറ്റീവ് പാഷൻ ഫോളോ ചെയ്യുന്നതാകാം. അല്ലാന്നുണ്ടെങ്കിൽ കുറെ എന്താ പറയാ, നിങ്ങളുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ അവര് പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അഡ്വൈസസ് ഒന്നും എടുക്കുന്നില്ല, ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. റിലേഷൻഷിപ്പിലൊക്കെ സ്വന്തം അഭിപ്രായം നടപ്പിലാക്കാൻ നിങ്ങൾ ഈ ഒരു മന്ത് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ സ്പൗസിനെ കൂടുതൽ എന്താ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ഫീല് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് കുറച്ച് ദുഃഖിതനായിരിക്കാം, ദുഃഖിതയായിരിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എങ്കിലും ഓവർ എക്സ്പെൻസ് ഒന്നും ഈ മാസം വരുത്താതിരിക്കുക. വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്, വരുത്താതിരിക്കുക. കുറച്ച് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഓൾമോസ്റ്റ് വീട്ടിൽ കുടുംബത്തിൽ എന്താ പറയുക, പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ പാർട്ണറുമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നാൽ തന്നെ അത് സോൾവ് ചെയ്യുക. ഓക്കെ, ഇതാണ് പൂയം നക്ഷത്രത്തിലുള്ള വ്യക്തികളുടെ റീഡിംഗ് ആയിട്ട് കിട്ടുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ റെസനേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് and stay tuned. Have a nice day.